കോന്നിയിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. കേസിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. 2015 ജൂലൈ 9 കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ആര്യ, ആതിര, രാജി എന്നിവരെ കാണാതായത്. 13 2 പെൺകുട്ടികളെ ഒറ്റപ്പാലത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലും ഒരാളെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തിയിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മൂന്നാമത്തെ പെൺകുട്ടിയും മരണപ്പെട്ടിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സംഭവത്തിലെ ദുരൂഹത കണ്ടെത്താനായില്ല. IG മനോജ് എബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. തുടർന്ന് ADGP B സന്ധ്യ, DGP ലോക്നാഥ് ബെഹ്റ എന്നിവരും മരണത്തിന്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. പെൺകുട്ടികൾ ഉപയോഗിച്ചിരുന്ന ടാബ് പോലീസ് ബംഗളൂരുവിലെ ലാൽബാഗിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇവിടെ നിന്നുള്ള മടക്കയാത്രയിലാണ് മരണം സംഭവിച്ചത്. പെൺകുട്ടികളുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിനെ തുടർന്നാണ് കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരുമെന്നാണ് ബന്ധുക്കളുടെ പ്രതീക്ഷ. അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.